ദേവുട്ടി, ദേവുട്ടി ഇങ്ങ് വാ. അതെ, ഒരു സന്തോഷമുള്ള വാർത്ത പറയാനാ ഞങ്ങൾ വന്നത്. ഇന്നത്തോടെ നിങ്ങളുടെ ഇവിടുത്തെ താമസം മതിയാക്കാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ദേവൂട്ടിയെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചതിന് കുഞ്ഞികൃഷ്ണന് ഞങ്ങളോട് നീരസം തോന്നി. സന്ദീപിന്റെ ഭാര്യ സന്ദീപിന്റെ കൂടെ താമസിക്കേണ്ടതെന്നാ കുഞ്ഞൻ പറയുന്നത്. ആലോചിച്ചപ്പോ അതാ ശരിയെന്ന് എനിക്കും തോന്നി. എന്താ നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ. വ്രതം തീരുന്നവരെ നിങ്ങൾ ഇനി ഇവിടെ കഴിയേണ്ട കാര്യമില്ല. വ്രതം അവിടെയും തുടരാലോ. അംബികാമ്മയ്ക്കും നിനക്കും എന്റെ റൂമിൽ താമസിക്കാം. ഞാൻ വേണമെങ്കിൽ ഗസ്റ്റ് റൂമിൽ താമസിച്ചോളാം. എന്തിനാ ദേവൂട്ടി ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? മോള് പറയുന്നതിലും കാര്യമില്ല മോനെ. വല്യമ്മ പറയുന്നത് കേട്ട് അവിടെ താമസിക്കാൻ വന്ന മോന്റെ അമ്മയ്ക്കത് ഇഷ്ടാവോ? പിന്നെ അതിന്റെ പേരില് നിത്യം അവിടെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പോരാത്തതിന് ഞാനും വല്യമ്മാവനും ഒക്കെ ഉണ്ടല്ലോ അവിടെ. അതൊക്കെ ശരിയാ മോനെ. പക്ഷെ മോന്റെ അമ്മയുടെ വാക്ക് ധിക്കരിച്ച് ഞങ്ങൾ അവിടെ താമസിച്ച അത് എന്തായാലും ശ്രീകല മാഡത്തിന് ഇഷ്ടപ്പെടില്ല. അതിന്റെ പേരില് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഉറപ്പല്ലേ മോനെ? ഇങ്ങ വാ. മോള് പറയുന്നതിലും കാര്യമുണ്ട് മോനെ. ശ്രീകലയുടെ ഇഷ്ടം നോക്കാതെ ഇവൾ അവിടെ താമസത്തിന് വന്ന അതിന്റെ പേരില് ശ്രീകല ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സന്തോഷത്തെക്കാൾ സങ്കടമാവും അത് ഇവൾക്ക് നൽകുക. കള്ളം പറഞ്ഞാണ് ഇവളെ കൊണ്ട് വ്രതം എടുപ്പിച്ചതെങ്കിലും ഇനിയിപ്പോ അത് കഴിയട്ടെ സന്ദീപേ. അതിന്റെ പേരില് ഇനി ആ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. ഇവളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാ ദേവി എന്റെ കുഞ്ഞികൃഷ്ണനെ തിരിച്ചു തന്നത്. ആ, എല്ലാം ശരിയാവും മോളെ. മോള് പറഞ്ഞതുപോലെ എന്തായാലും വ്രതം കഴിയട്ടെ. വേഗവോളം ക്ഷമിക്കാൻ അറിയാമെങ്കിലേ 6 ഓളം ക്ഷമിക്കണ്ടേ നമ്മള്? വ്രതം കഴിഞ്ഞു മതി ഇനി അവിടെ താമസത്തിന് വരുന്നത്. അപ്പോ ശ്രീകല എന്തിനായോ പറയുന്നതെന്ന് നമുക്കറിയണമല്ലോ. വാ മോനെ. ഏതായാലും സന്ദീപിന്റെ വല്യമ്മാവൻ മടങ്ങിയെത്തിയത് കാര്യായി. ശ്രീകല മാഡത്തിന്റെ വേലത്തരങ്ങളൊന്നും അദ്ദേഹം അവിടെയുള്ളപ്പോ നടക്കില്ലല്ലോ. ഒക്കെ മോളുടെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോളും. ശ്രീകലാമ്മ എന്ത് പറഞ്ഞാലും ഡാഡിയുടെ ആള് പറഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. തകർന്ന് തരിപ്പണമായി കിടന്നൊരു ബിസിനസ് ഡാഡി വന്നു കയറിയ ശേഷമല്ലേ ഇത്രയും മെച്ചപ്പെട്ടതാക്കിയത്. അതിലൊന്നും ആർക്കും ഇവിടെ ഒരു തർക്കവും ഇല്ലല്ലോ വർഷേ. തർക്കം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെച്ചൊഴിയാൻ പറയാൻ അയാൾ ആരാ? ഡാഡി എല്ലാം വെച്ചൊഴിഞ്ഞ് സന്യാസത്തിന് പോണോ തീരുമാനിക്കുന്നത് അയാളാണോ? എന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അതൊക്കെ പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോണോന്ന് പറഞ്ഞാ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. സന്ദീപിന് ഒറ്റയ്ക്ക് ബിസിനസ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന്
എനിക്കും കൂടി ബോധ്യം വരുന്നൊരു സമയത്ത് ഞാൻ അതേപ്പറ്റി ആലോചിക്കാം. അല്ലാതെ ആരും എന്നെ ഭരിക്കാൻ വന്ന അത് ഞാൻ അംഗീകരിച്ച് കൊടുക്കില്ല ശ്രീകളെ. ഇപ്പൊ എന്നോട് വന്ന് ആജ്ഞാപിക്കുന്നവരും കൽപ്പിക്കുന്നവരും ഒക്കെ മാധവ് മരിച്ചപ്പോ എവിടെയായിരുന്നു? അന്ന് ആടി ഉലഞ്ഞ ഈ വീടിനെ താങ്ങി നിർത്താൻ എന്റെ കഴിവും സാമർഥ്യവും എല്ലാവർക്കും ആവശ്യമായിരുന്നു. തമ്പിയേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മാവൻ പറയുന്നത് കേട്ട് തമ്പിയേട്ടൻ അങ്ങനെ ബിസിനസ് ഇന്ന് ഒഴിവാവുകയൊന്നും വേണ്ട. എനിക്കും സന്ദീപിനും ഒക്കെ തമ്പിയേട്ടനെ വിശ്വാസം. എന്റെ ടെൻഷൻ അതല്ല തമ്പിയേട്ട. വല്യമ്മാവൻ നിർബന്ധിച്ച് ദേവൂട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നത് വീട്ടിലെ ഭരണം കൂടി അവളെ ഏൽപ്പിക്കാനാവും. അതില് ശ്രീലാമയ്ക്ക് എന്താ ഇത്ര സംശയം? അയാള് ദേവൂട്ടിയുടെ സൈഡാണെന്ന് വന്നപ്പോ തന്നെ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി 41 ദിവസത്തെ വ്രതം കൂടി കഴിഞ്ഞാൽ അവൾ ഇവിടുത്തെ മഹാറാണിയായിട്ട് വാഴും. ഞാനും ശ്രീലാമയൊക്കെ അവളുടെ വെറും അടിമകളായിട്ട് ജീവിക്കാനായിരിക്കും വിധി. അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടത് നമ്മുടെ 3 പേരുടെ ഉത്തരവാദിത്വം. അതിനിപ്പോ എന്താ ഒരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് നമുക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന അയാളെ ഇവിടുന്ന് ഒഴിവാക്കണം. എന്താ 3 പേരും കൂടി ഒരു കൂടിയാലോചന? ആരെയോ ഒഴിവാക്കണമെന്ന് പറയുന്ന കേട്ടല്ലോ. ആരെയാ? അത് പിന്നെ വല്യമ്മാവ, ഈ ഡാഡിയുടെ ഓഫീസിൽ സ്ഥിരം ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പൂച്ചയുണ്ട്. എവിടെന്നോ വലിഞ്ഞേറി വന്നതാ. അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാ ഡാഡി പറഞ്ഞത്. ഓ, വന്നിപ്പോ പൂച്ചയും തമ്പിക്ക് ശത്രുവായി മാറിയോ? തമ്പി, എനിക്ക് തന്നോട് ഗൗരവമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തന്നോടായി മാത്രം. എന്നാ അമ്മാവൻ തമ്പിയേട്ടനോട്ട് സംസാരിക്കേ, ഞങ്ങൾ മാറിത്തരാം. അത് വേണ്ട ശ്രീകലേ, നിങ്ങൾ നിന്നോളൂ, ഞങ്ങൾ മാറിത്തരാം. വാ, നമുക്ക് റൂമിലേക്ക് ഇരിക്കാം. വാ, വന്നേ. ഹലോ. ഈശ്വര, ഡാഡി അയാള് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനായിരിക്കും? മാധവൻ അങ്കിളിനെ കൊല്ലിച്ചത് ഡാഡിയാണെന്ന് ശ്രീകലാമ എങ്ങാനും അറിഞ്ഞ. ഞാനിങ്ങോട്ട് വാടോ. വാ, വന്നേ. ഹലോ വല്യമ്മാവൻ, ഞാനിങ്ങോട്ട് വാടോ. അതെ, വല്യമ്മാവൻ, ഞാനല്ലേ വിളിക്കുന്നേ. വന്നേ പറയട്ടെ, പറയാന്നേ. താനിങ്ങോട്ട് വന്നേ. അല്ല, ഡോർ എന്തിനാ ലോക്ക് ചെയ്ത്? നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ മറ്റാരും വന്ന് ശല്യപ്പെടുത്തരുതല്ലോ.